Welcome to Tiju's Academy, another live section. So, as usual, Devika. So, welcome to everyone. Okay, നമ്മുടെ എക്സാം ശനിയാഴ്ചയാണ്. കുറേ സ്റ്റുഡൻസ് നമുക്ക് എക്സാം അപ്പിയർ ആവുന്നവരുണ്ട്. സോ അപ്പിയർ ആവുന്ന ആൾക്കാർക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേട്ട് ലിസണിങ് ഫോക്കസ് ചെയ്ത് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഒരു ടെൻഷനും വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ജെൻഡർ ഫോർകാസ്റ്റ് റൂളിനെ പറ്റിയിട്ടാണ്. ലിസണിങ് പാർട്ട് ബി. Okay, so we can wait for a few seconds to join our common students. Hi, good afternoon, Romy, Rachel. Johnny, good afternoon. Srikuti, good afternoon. Binisha, very good afternoon. So welcome to everyone, our new sections. Jenny, Maria, hi, good afternoon. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ പ്രിപ്പയർ ആണോ? അതും പ്രിപ്പയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ടെൻഷനും ഇല്ലാണ്ട് കൂളായിട്ട് പോയി എഴുതുക. നമുക്ക് എന്തായാലും നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മുടെ സ്റ്റുഡൻസൊക്കെ പതുക്കെ ജോയിൻ ആയി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ ഫോർ ലിസണിങ് പാർട്ട് ബി ആണ്. സോ അതിനു മുമ്പ് നമ്മൾ ലാസ്റ്റ് ലിസണിങ് ലൈവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. നമ്മൾ കോമൺ ആയിട്ട് വരുന്ന കുറേ വേർഡ്സുകൾ നമ്മൾ എല്ലാ ലൈവ് സെക്ഷനിലും ഡിസ്കസ് ചെയ്യുന്നുള്ളത്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് വേർഡ്സ് ആണ്. നമ്മൾ കുറച്ച് വേർഡ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കതിലോട്ടാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. സോ കോമൺ പെയിൻ സിനോണിമസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ സജീവ്, വെൽക്കം ടു അവർ സെക്ഷൻ. ഗുഡ് ആഫ്റ്റർനൂൺ. ജെനി മരിയ, ഗുഡ് ആഫ്റ്റർനൂൺ. ബിനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ കോമൺ പെയിൻ സിനോണിമസ് ഇൻ OET ലിസണിങ്. OET ലിസണിങ്ങിലെ കോമൺ സിനോണിമസ്, പെയിൻ സിനോണിമസ് ആണ് നമ്മളിന്ന് മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കാറ്റഗറിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലും കൂടുതൽ സിനോണിമസ് ഉണ്ട് പെയിനിന്. സോ നമ്മൾ ഒരു ഫ്യൂ ആണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഇതിൻ്റെ ബാലൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, കോമൺ പെയിൻ സിനോണിമസ് ഇൻ OET ലിസണിങ്. പെയിനെ നമുക്ക് ഏക്കിംഗ് എന്ന് പറയാം, ക്രാമ്പിംഗ് എന്ന് പറയാം, ക്രാമ്പിങ്ങിനെ ക്രാമ്പി എന്നും പറയാം കേട്ടോ. ക്രാമ്പിംഗ് ഓർ ക്രാമ്പി എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. CRAMPY, ക്രാമ്പി. നെക്സ്റ്റ് നോയിങ് പെയിൻ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം അല്ലേ. നോയിങ് പെയിൻ സ്പെല്ലിങ് നോക്ക്, ജിയിലാണ്. ജി എന്ന് പറയുന്നത് അവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നില്ല, എൻ വെച്ചായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോയിങ് പെയിൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഷാർപ്പ് പെയിൻ പറയുന്നുണ്ട്, ഷൂട്ടിംഗ് പെയിൻ, ഹോട്ട് ഓർ ബേണിംഗ് പെയിൻ, സ്റ്റാബിംഗ് പെയിൻ, ത്രോബിംഗ് പെയിൻ, ചിറിങ് പെയിൻ. സോ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ് ചിറിങ് പെയിൻ. അങ്ങനെ നമ്മുടെ ഒരു OET ഒഫീഷ്യൽ ചാനലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ മെറ്റീരിയൽസിനകത്തൊക്കെ ചോദിക്കുന്നതാണ് ചിറിങ് പെയിൻ. നെക്സ്റ്റ് എക്സ്ഹോസ്റ്റിംഗ് പെയിൻ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ. എക്സ്ഹോസ്റ്റിംഗ് പെയിൻ, പ്രിക്കിംഗ് പെയിൻ, terrifying pain, horrible pain, unbearable pain, constant pain, grabbing pain. സോ ഇത്രയാണ് നമുക്ക് എക്സാമ്പിളായിട്ട് പെയിൻ്റെ സിനോണിമസ് ഉള്ളത്. സോ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇവിടെ സജി പറയുന്നുണ്ട് ടുമോറോ ആണ് എക്സാം എന്നുള്ളത്. ഓക്കെ സജി, വെരി ഓൾ ദ ബെസ്റ്റ് ആൻഡ് write your exam very well. So I wish you very all the best and success. Okay, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക പെയിൻ്റെ സിനോണിമസിനെ.
സോ എന്നിട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കി വയ്ക്കുക. ഗൂഗിളിൽ നിങ്ങൾക്കറിയാൻ പാടാത്ത പ്രൊനൗൺസിയേഷൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കി വെക്കണം. റിപ്പീറ്റ്ലി കേട്ട് നോക്കണം. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മൂവ് ഓൺ ടു അവർ സെക്ഷൻ. ജെൻഡർ ഫോക്കസ്ഡ് ട്രൂ ഫോർ ലിസണിങ് പാർട്ട് ബി. പാർട്ട് ബിയിൽ നമ്മൾ 7 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പാർട്ട് ബിയിൽ. നിങ്ങൾ പഴയ ലൈവിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ 7 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വേറൊരു റൂളാണ് ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ അല്ലേ. ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻഡറിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യനെ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒത്തിരി ഈസി ആയിട്ട് ബ്രെയിനിനെ ഈസി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ബ്രെയിൻ ഒത്തിരി പ്രഷർ കൊടുക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സിനെ ക്യാച്ച് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു റൂള് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ സോ നാളെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരെ ഈ റൂള് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ ആ റൂള് ഫോക്കസ് ചെയ്തിട്ട് നാളെ എക്സാമിന് എന്തെങ്കിലും ജെൻഡർ ഫോക്കസ്ഡ് റൂൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് മൂവ് ചെയ്താലോ ആ ഒരു സെക്ഷനിലോട്ട്. സോ യു ഹിയർ എ സീനിയർ നഴ്സ് ഗിവിങ് ഫീഡ്ബാക്ക് ടു എ ട്രെയിനി ആഫ്റ്റർ എ ട്രെയിനിങ് എക്സസൈസ്. ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് യു ഹിയർ എ സീനിയർ നഴ്സാണ് അല്ലേ, സീനിയർ നഴ്സാണ് സംസാരിക്കുന്നത്. ഗിവിങ് എ ഫീഡ്ബാക്ക് ടു എ ട്രെയിനിയുടെ അടുത്ത് ഫീഡ്ബാക്ക് കൊടുക്കുവാണ് അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു കാര്യത്തിൻ്റെ ഫീഡ്ബാക്കാണ് സീനിയർ നഴ്സ് സീനിയർ നഴ്സ് കൊടുക്കുന്ന ആഫ്റ്റർ എ ട്രെയിനിങ് എക്സസൈസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് സീനിയർ നഴ്സ് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്കാണ് ട്രെയിനിക്ക്. ഓക്കെ, സോ ഈ ഒരു കോൺടെസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ബി പാർട്ടിൽ നിങ്ങളുടെ ക്വസ്റ്റ്യന് മുമ്പൊരു കോൺടെസ്റ്റ് അത് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എലാബറേഷൻ ഉണ്ടായിരിക്കും അല്ലേ. സോ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജെൻഡർ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ജെൻഡർ ഫോക്കസ് മീൻസ് മെയിലാണോ ഫീമെയിലാണോ സംസാരിക്കുന്നത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസർ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ കോൺടെസ്റ്റിൽ യു ഹിയർ എ സീനിയർ നഴ്സ് ഗിവിങ് എ ഫീഡ്ബാക്ക് ടു എ ട്രെയിനി ആഫ്റ്റർ എ ട്രെയിനിങ് എക്സസൈസ്. സോ 2 സ്പീക്കറാണുള്ളത്. 2 സ്പീക്കറിൻ്റെയും ജെൻഡർ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോഴല്ലേ. സോ സീനിയർ നഴ്സും ഉണ്ട് ട്രെയിനിയും ഉണ്ട്. ഇവർ രണ്ടുപേരുടെ കോൺവെർസേഷനാണ് നമ്മുടെ ഓഡിയോയ്ക്കകത്ത് വരുന്നത്. ഇനി നമുക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ട്രെയിനി അക്സെപ്റ്റ്സ് ദാറ്റ് ഹി ഫെയിൽഡ് ടു. സോ ഇവിടെ എന്താ പറയുന്നത്? ദ ട്രെയിനി അക്സെപ്റ്റ്സ് ദാറ്റ് ഹി ഫെയിൽഡ് ടു. സോ ഇവിടെ ഓൾറെഡി നമുക്കൊരു ജെൻഡർ കിട്ടിക്കഴിഞ്ഞല്ലേ. സോ ട്രെയിനിയുടെ ജെൻഡർ ട്രെയിനി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവൻ എന്തോ ഒരു കാര്യത്തിന് ഫെയിൽഡായി എന്നുള്ളതല്ലേ. അപ്പം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അവിടെ ട്രെയിനി എന്ന് പറയുന്നത് ഒരു മെയിൽ പേഴ്സൺ ആണ് എന്നുള്ളത്. ഇനി ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദി ലിസണിങ് ബി പാർട്ടിൽ നിങ്ങൾക്ക് ജെൻഡർ ഫോക്കസ്ഡ് റോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം 2 പേര് സംസാരിക്കുന്നതിൽ മോസ്റ്റ് ഓഫ് ദി ഓഡിയോയ്ക്കകത്തും നമുക്ക് ഒരാൾ മെയിലും മറ്റൊരാൾ ഫീമെയിലായിരിക്കും, ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കും സംസാരിക്കുന്നത്. സോ അങ്ങനെ ഓപ്പോസിറ്റ് ജെൻഡർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ജെൻഡർ ഫോക്കസ്ഡ് റൂൾ അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ട്രെയിനിയാണ് മെയിലെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഗസ് ചെയ്യാം സീനിയർ നഴ്സ് എന്ന് പറയുന്നത് ഫീമെയിൽ വോയിസസ് ആയിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ പറയുന്നുണ്ട് ലൊക്കേറ്റ് അത് CPR ബോർഡ് ക്വിക്ക്ലി ഇന്നഫ്. സോ ഇവിടെ എന്താ CPR ബോർഡ് ക്വിക്ക്ലി ലൊക്കേറ്റ് ചെയ്യാൻ അവർ ഫെയിൽഡായി അല്ലെങ്കിൽ ആ ഒരു ട്രെയിനി ഫെയിൽഡായി എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡീൽ വിത്ത് ദി CPR ബോർഡ് ഓൺ ഹിസ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഡീൽ വിത്ത് ദി CPR ബോർഡ് ഓൺ ഹിസ് ഓൺ അവരുടെ ഒരു രീതിക്ക് അനുസരിച്ചാണ് അവർ CPR ബോർഡ് ഡീൽ ചെയ്തിട്ടുള്ളത്. ട്രെയിനിയുടെ ഒരു രീതിക്ക് അനുസരിച്ചാണ് CPR ബോർഡ് അവർ ഡീൽ ചെയ്തിട്ടുള്ളത്. ഇനി സി പറയുന്നു ഇൻസ്റ്റാൾ ദി CPR ബോർഡ് കറക്റ്റ്ലി. സോ കറക്റ്റായിട്ടാണ് CPR ഇൻസ്റ്റാൾ ചെയ്തത് എന്നുള്ളത് അല്ലേ. സോ ഇതിൽ ഏതാണ് അവർ ഫെയിൽഡ് ആയത് എന്നാണ് ചോദിക്കുന്നത്. ആ ട്രെയിനി ഫെയിൽഡ് ആയത്. ട്രെയിനി എന്ന് പറയുന്നത് മെയിൽ ജെൻഡറാണ്. സീനിയർ നഴ്സ് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അത് എന്തായിരിക്കും ഒരു ഫീമെയിൽ ജെൻഡർ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, മൂവ് ഓൺ ടു ദിസ് ക്വസ്റ്റ്യൻ സ്ക്രിപ്റ്റ്. സോ സ്ക്രിപ്റ്റ് നമുക്ക് നോക്കാം. ഫീമെയിലും മെയിലുമാണ് സംസാരിക്കുന്നത്. ഫീമെയിലാണ് നമ്മുടെ സീനിയർ നഴ്സ് എന്ന് പറയുന്നത്, മെയിലാണ് നമ്മുടെ ട്രെയിനി എന്ന് നമ്മൾ ഓൾറെഡി ഗസ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ വെച്ച് കണ്ടുപിടിച്ചു.
ഓക്കെ, സോ ഫീമെയിൽ പറയുവാണ്, ഓക്കെ, ദാറ്റ് വെൻറ്റ് ക്വൈറ്റ് വെൽ, did not it, but it took you a while to work out where the CPR board was kept. So what does that tell you about this scenario? സോ ഇവിടെ എന്താ പറയുന്നത്? സോ ഓൾറെഡി ആ ഒരു ഫീമെയിൽ സീനിയർ നഴ്സ് പറയുകയാണ്, ഓക്കെ, ദാറ്റ് വെൻറ്റ് ക്വൈറ്റ് വെല്ലായിട്ടാണ് ആ ഒരു പ്രൊസീജിയർ പോയിരുന്നത്. ബട്ട് ഇറ്റ് ടുക്ക് a while to work out where the CPR board was kept. സോ എവിടെയാണ് CPR ബോർഡ് വെച്ചതെന്നുള്ളത് അയാൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. സോ വാട്ട് ഡസ് ദാറ്റ് ടെൽ യു അബൌട്ട് ദിസ് സിനാരിയോ? നിങ്ങൾക്ക് ഈ സിനാരിയോയെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് സീനിയർ നഴ്സ് ചോദിക്കുവാണ്. സോ അപ്പം മെയിൽ നഴ്സ് എന്താണ് പറയുന്നത്? മെയിൽ നഴ്സ് പറയാണ്, വി നീഡ് ടു ചെക്ക് വെയർ തിങ്സ് ആർ ബിഫോർ ഡൂയിങ് എനിത്തിങ് എൽസ്. സോ പറയുവാണ്, ആ ഒരു മെയിൽ നഴ്സ് പറയുവാണ്, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും എല്ലാ തിങ്സും എവിടെയാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. വി നീഡ് ടു, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നു. സോ അപ്പോൾ ഫീമെയിൽ സീനിയർ നഴ്സ് പറയുവാണ്, എക്സാക്ട്ലി, ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ടേക്സ് എ സെക്കൻഡ് ഓർ ടു ടു പുട്ട് ദി ഹെഡ് ഓഫ് ദി ബെഡ് ഡൗൺ ബിക്കോസ് യു ഹാവ് ഗോട്ട് ടു ഹാവ് ദാറ്റ് പാർട്ട് ഓഫ് ദി ബെഡ് എന്ന് പറയുന്നുണ്ട്, ബെഡ് ഫ്ലാറ്റ്, ബിഫോർ യു സ്ലീപ്പ് ദി ബോർഡ് ഇൻ. ഐ വിഷ് ദർ വാസ് എ ക്യുക്കർ വേയിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സോ അപ്പം മെയിൽ നഴ്സ് പറയാണ്, സോ ഡു ഐ പുട്ട് ദി CPR ബോർഡ് അണ്ടർ ഓർ വുഡ് ഐ നോർമലി ഹാൻഡ് ഇറ്റ് ഓവർ ടു സംബഡി എൽസ്? സോ അവർ പറയുകയാണ്, ഞാൻ CPR ബോർഡ് എൻ്റെ കയ്യിൽ തന്നെ വെക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംബടിക്ക് ഹാൻഡ് ഓവർ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. സോ അപ്പോൾ ഫീമെയിൽ നഴ്സ് പറയുകയാണ്, ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ആസ് ലോങ് ആസ് ഇറ്റ്സ് ഡൺ. സോ ഇത് കുറച്ച് ട്രിക്കിയാണ്. അയാൾ ഫെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞത് നമ്മുടെ ആൻസറായിട്ട്, അല്ലേ? സോ ഇവിടെ നമ്മുടെ ഫീമെയിൽ നഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ക്വിക്കർ വേയിൽ ചെയ്തായിരുന്നു? അപ്പോൾ ഉറപ്പായിട്ടും മെയിൽ നഴ്സ് ഓരോ ഒപ്പോസായിട്ട് പറയുന്നുണ്ട്. സോ ഡു ഐ പുട്ട് ദി CPR അണ്ടർ, ഞാൻ CPR ബോർഡ് അണ്ടറിലാണോ വെക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ഹാൻഡിൽ തന്നെയാണോ വെക്കേണ്ടത് അല്ലെങ്കിൽ സംബഡി എൽസിന് ഹാൻഡ് ഓവർ ചെയ്യുവാണോ? സോ ഇത് അവരെ ഒപ്പോസ് ചെയ്യുന്നതാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കുവാണ്. സോ അപ്പോൾ അവരൊരു ഫെയിൽഡ് എന്നുള്ള രീതിക്ക് നമുക്കത് പറയാൻ പറ്റത്തില്ല, അല്ലേ? സോ അവർ ഒപ്പോസ് ചെയ്യുന്ന ഒരു രീതിക്കാണ് ആ ഒരു സെൻറ്റൻസ് പോയിരിക്കുന്നത്. സോ ഇവിടെ ഒന്നും പറയാതെ, നമ്മുടെ മെയിൽ നഴ്സ് ഒന്നും പറയാതിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, CPR ബോർഡ് കെപ്റ്റ് ചെയ്തതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ, ആ സിനാരിയോയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മെയിൽ നഴ്സ് പറയുന്നത്, വി നീഡ് ടു ചെക്ക് വെയർ തിങ്സ് ആർ ബിഫോർ ഡൂയിങ് എനിത്തിങ് എൽസ്. സോ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ആൻസർ എന്താണ്? ലൊക്കേറ്റ് ദി CPR ബോർഡ് ക്വിക്ക്ലി ഇനഫ്. സോ ആ ഒരു ക്വിക്കായിട്ട് CPR ബോർഡിനെ കണ്ടെത്താൻ പറ്റാത്തത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അയാൾക്ക് ഫെയിൽഡ് ആയിട്ടുള്ള കാര്യം. സോ അയാളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അക്സെപ്റ്റ് ചെയ്തത് ഏത് വേയിലാണ്? വി നീഡ് ടു ചെക്ക്, എന്തായിട്ടും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു എനിത്തിങ് എൽസ്, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ആ ഒരു തിങ്സ് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ആ ഒരു കാര്യത്തിലാണ് അയാൾക്ക് ഫെയിൽഡ് ആയത്. ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പം അയാൾ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. സോ ഇതാണ് ജെൻഡർ ഫോർകാസ്റ്റ്. സോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജെൻഡർ എന്താണോ പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? സോ ദ ട്രെയിനി അക്സെപ്റ്റ് ദാറ്റ് ഹി ഫെയിൽഡ് ടു. സോ ആ ഒരു മെയിൽ നഴ്സ് എന്ത് കാര്യത്തിനാണ് ഫെയിൽഡ് ആയത്, അതിനെ അക്സെപ്റ്റ് ചെയ്തതും എന്ത് കാര്യത്തിലാണ് എന്നുള്ള ഒരു ഹിൻ്റാണ് നമുക്കവിടെ വേണ്ടത് അല്ലെങ്കിൽ ആൻസറായിട്ട് വേണ്ടത്. സോ ആ ആൻസറിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ ഒരു വോയിസിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കണം. സോ എല്ലാവർക്കും ജെൻഡർ ഫോർകാസ്റ്റിൻ്റെ റൂള് മനസ്സിലായോ? സോ ജെൻഡർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ജെൻഡറിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ വോയിസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ ഇൻ പാർട്ട് ബി. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അഞ്ജു, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു അവർ ലൈവ് സെക്ഷൻ. സോ സജി ബിയാൻസിയിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ മൂവ് ഓൺ ടു അനദർ എക്സാമ്പിൾ. കുറച്ചും കൂടെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലായാലേ ആ ഒരു ജെൻഡർ ഫോർകാസ്റ്റ് റൂൾ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ വിബിന, ഗുഡ് ആഫ്റ്റർനൂൺ.
ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ഓൾറെഡി കുറച്ച് ട്രിക്കി ആയിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ജെൻഡറിനെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് you hear a trainee nurse asking his senior colleague about the use of anti-embolism socks for a patient. അല്ലേ, you hear a trainee nurse asking his senior colleague. So asking his, അവൻ്റെ സീനിയർ കൊളീഗിനോട് അവരെന്തോ ഒരു കാര്യം ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ട്രെയിനി നഴ്സ് ഏത് ജെൻഡറാണ് ട്രെയിനി നഴ്സ്? You hear a trainee nurse asking his senior colleague എന്നാണ് പറയുന്നത് അല്ലേ. സോ ട്രെയിനി നഴ്സ് ഏത് ജെൻഡറാണെന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാമോ? യെസ്, ഓഫ് കോഴ്സ്. റോസ് താങ്ക് യു, അഞ്ജു താങ്ക് യു. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മെയിലാണെന്നുള്ളത് അല്ലേ. സോ അത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അംബിക മെയിലാണെന്ന് പറയുന്നുണ്ട്, ബിസോളി മെയിലാണെന്ന് പറയുന്നുണ്ട്, അഖില മെയിൽ, സജി മെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അഞ്ജുമോൾ മെയിൽ, വിപിന മെയിൽ. സോ താങ്ക് യു സോ മച്ച് ഗായ്സ് ഫോർ യുവർ കമൻറ്റ്. ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. ഇവിടെ എന്താ, യു ഹിയർ എ ട്രെയിനി നഴ്സ് ആസ്കിങ് ഹിസ് സീനിയർ കൊലീഗ് എന്നാണ് പറയുന്നത്. സോ കുറേ കമൻറ്റ് നമുക്ക് വരുന്നുണ്ട്. സോ ഇവിടെ ജാനറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രിൻസി മെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഷിൻ മെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇവിടെ ട്രെയിനി നഴ്സ് അവിടെ അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. ട്രെയിനി നഴ്സാണ് സീനിയർ കൊളീഗിനോട് ചോദിക്കുന്നത്. അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹിസ് എന്നൊരു ജെൻഡർ, അല്ലെങ്കിൽ ആ ഒരു പ്രൊനൗൺ, ഹീയുടെ പ്രൊനൗൺ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ സീനിയർ കൊളീഗിനോടാണ് അവൻ എന്തിനെ പറ്റി സംസാരിക്കുന്നത്? യൂസ് ഓഫ് ആൻറ്റി എംബോളി സോക്സിനെ പറ്റി സംസാരിക്കുന്നത്. ഒരു പേഷ്യൻറ്റിന് ആൻറ്റി എംബോളി സോക്സ് വേണം. സോ അതിനെപ്പറ്റി ട്രെയിനി നഴ്സ് സംസാരിക്കുന്ന സീനിയർ കൊളീഗിനോടാണ്. ട്രെയിനി നഴ്സിൻ്റെ പ്രൊനൗൺ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഹിസ് എന്നാണ്. അവൻ്റെ സീനിയർ കൊളീഗിനോടാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദി പേഷ്യൻ്റ് ഈസ് നോട്ട് വെയറിങ് ദി സോക്സ് ബിക്കോസ് പേഷ്യൻ്റ് സോക്സ് വെയർ ചെയ്യുന്നില്ല. ഇസ് നോട്ട് വെയറിങ് എന്നാണല്ലോ പറയുന്നത്, വെയർ ചെയ്യുന്നില്ല ബിക്കോസ്. സോ അതെന്താ പറയുന്നത്, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ഫോമായിട്ട് അത് സിയിലാണെങ്കിലും ബിയിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വേർഡ് വെച്ചിട്ട് വേണം ബാക്കിയുള്ള സെൻറ്റൻസ് ഒക്കെ വായിക്കാൻ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ആൻസേഴ്സിനെ നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആ ഒരു അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഈസിലി മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് വേണം ബാക്കി ഓപ്ഷൻസ് വായിക്കാൻ. സോ നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വേർഡ് വെച്ച് തന്നെ വായിക്കാം. ബിക്കോസ് ഷീ ഈസ് സഫറിങ് ഫ്രം ആർട്ടീരിയൽ ഡിസീസ് ഇൻ ഹർ ലെഗ്സ്. എന്തുകൊണ്ടാണ് സോക്സ് വെയർ ചെയ്യാത്തത്? അവർ സഫർ ചെയ്യുന്നത് ആർട്ടീരിയൽ ഡിസീസാണ്. നെക്സ്റ്റ് പറയുന്നുണ്ട് ബിക്കോസ് ദർ ഈസ് സെൻസറി ലോസ് ഇൻ ഹർ ലെഗ്. സോ അവർക്ക് എന്താ സെൻസറി പ്രോബ്ലംസ് ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഹർ ലെഗ്സ് ആർ ടു സ്വൊല്ലൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. അവരുടെ ലെഗ്സ് സ്വെല്ലിങ് ആയതുകൊണ്ടാണ് അവർ സോക്സ് വെയർ ചെയ്യാത്തത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ ആ ഒരു ഓപ്ഷനിലോട്ടൊന്ന് നോക്കി, നമുക്ക് അടുത്തൊരു ജെൻഡറും കൂടെ വന്നിരിക്കുകയാണ്. പേഷ്യൻ്റെ ജെൻഡറും കൂടെ മെൻഷൻ ആക്കിയിട്ടുണ്ട് അല്ലേ. സോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാമോ പേഷ്യൻ്റെ ജെൻഡർ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്? ശരിക്കും ഓപ്ഷൻ നമുക്ക് വായിച്ചു നോക്കിയാൽ മതി. പേഷ്യൻ്റെ ജെൻഡറും കൂടെ എങ്ങനെയാണ്, നിങ്ങൾക്ക് 3 രീതിയിലുള്ള ജെൻഡേഴ്സ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ 3 ജെൻഡേഴ്സ് ഒരു ക്വസ്റ്റ്യനകത്ത് വരുവാണെങ്കിൽ നമുക്ക് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ ഒരു ജെൻഡറിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇവിടെ ദി പേഷ്യൻ്റ് ഈസ് നോട്ട് വെയറിങ് ദി സോക്സ് ബിക്കോസ്. സോ അത് ആരായിരിക്കും പറയുന്നത്? ട്രെയിനി നഴ്സായിരിക്കും പറയുന്നത്. സോ ഓഫ് കോഴ്സ് അത് മെയിലായിരിക്കും. പേഷ്യൻ്റ് ഫീമെയിൽ ആണ്. സീനിയർ നഴ്സും വേണമെങ്കിൽ എന്തായിരിക്കാം? ഫീമെയിൽ ആയിരിക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഉറപ്പായിട്ടും ട്രെയിനി
ട്രെയിനി നേഴ്സ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ട്രെയിനി നേഴ്സ് നമ്മൾ പറഞ്ഞു മെയിലാണെന്നുള്ളത്. ഐ നോട്ടീസ് ദാറ്റ് മിസ്സിസ് ജോൺസ് ഈസ് നോട്ട് വെയറിംഗ് ദി യൂഷ്വൽ ആൻറ്റി എംബോളിസം സോക്സ് ബട്ട് ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ആസ്ക് ഹർ വൈ നോട്ട് ബിക്കോസ് ഷീ വാസ് എസ്ലീപ്. ഈസ് ഇറ്റ് ബിക്കോസ് ഹർ ലെഗ്സ് ആർ സ്വോളൻ. സോ ഓൾറെഡി മെയിൽ നഴ്സ് പറയുവാണ് പേഷ്യൻ്റ് ആൻറ്റി എംബോളി സോക്സ് വെയർ ചെയ്യുന്നില്ല, സോ പേഷ്യൻ്റ് ഇപ്പോൾ ഉറങ്ങുന്നില്ല. ഇസ് ഇറ്റ് ബിക്കോസ് ഹേഴ്സ് ലെഗ്സ് ആർ സ്വെല്ലിംഗ് ഉണ്ട്, ലെഗ്സിന് ഓൾറെഡി സ്വെല്ലിംഗ് ഉണ്ട് എന്ന് പറയുന്നു. സോ ഫീമെയിൽ നഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, വെൽ സംടൈംസ് ഡോണ്ട് റിക്കമെൻഡഡ് ഇത് സോക്സ് ഇഫ് ദർ ഈസ് സിവിയർ സ്വെല്ലിംഗ് വിത്ത് എഡിമ. സോ സോക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, എക്സ്പെഷ്യലി സിവിയർ സ്വെല്ലിങ്ങും എഡിമയുള്ള ഒരു ടൈമിൽ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഇത് കേസ് ഹർ മിസ്സിസ് ജോൺസൺ. സോ ഇവിടെ പറയുന്നു അവരുടെ ഒരു കേസ് അങ്ങനെയല്ല, കേസ് ഹിയർ എന്നാണ് പറയുന്നത്. മിസ്സിസ് ജോൺസൺ വാസ് ആക്ച്വലി ഗിവൺ തം ഇനിഷ്യലി ഓൺ അഡ്മിഷൻ ലാസ്റ്റ് നൈറ്റ്. ഷീ ടോൾഡ് അസ് ദിസ് മോർണിംഗ് ദാറ്റ് ഹർ ലോവർ ലെഗ്സ് വെയർ ഫീലിംഗ് നം. സോ ഇവിടെ എന്താ പറയുന്നത്, പേഷ്യൻ്റ് നമ്മുടെ ഫീമെയിൽ സ്റ്റാഫ് സീനിയർ സ്റ്റാഫ് പറയുന്നുണ്ട്. സോ അതല്ല എക്സാക്ട്ലി ആയിട്ടുള്ള കാര്യം. മോർണിംഗിൽ പേഷ്യൻ്റ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ലോവർ ലെഗ്സിൽ നംനെസ് ഇല്ല, അല്ലെങ്കിൽ സെൻസേഷൻ ഓഫ് ഫീലിംഗ് ഇല്ല എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഷീ ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് ഹാവിങ് നോ ഫീലിംഗ് ഒട്ടും ഇല്ല എന്നാണ് പറയുന്നത്. അണ്ടിൽ വി ഹാവ് ചെക്ക്ഡ് ഔട്ട് ദി റീസൺ ഫോർ ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഇറ്റ് കുഡ് ബി ആൻ അണ്ടർലൈങ് കണ്ടീഷൻ വിച്ച് കുഡ് ഡാമേജ് ഹർ ആർട്ടീരിയൽ സർക്കുലേഷൻ. വി ആർ റെഡ്യൂസിങ് ദി റിസ്ക് ഓഫ് ത്രോംബോസിസ് ബൈ ഫാർമക്കോളജിക്കൽ മീൻസ്. സോ ഫാർമക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് അവർ ത്രോംബോസിസിനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇറ്റ് മേ ബി അണ്ടർലൈൻ കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്ന അണ്ടർലൈൻ കണ്ടീഷൻ ആയിരിക്കാം. എക്സ്പെഷ്യലി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ആർട്ടീരിയൽ ഡാമേജ് കൊണ്ട് സർക്കുലേഷൻ ലോ ആവുന്നു എന്നാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫീമെയിൽ സീനിയർ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുന്നത് ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ജെൻഡർ ഫോക്കസ്ഡ് വെച്ച് പറയുമ്പോൾ? സോ സീനിയർ കൊളീഗാണ് ആൻസർ പറയുന്നത്. ട്രെയിനി നേഴ്സാണ് ചോദിച്ചത് ആൻറ്റി എംബോളിസം എന്തുകൊണ്ട് പേഷ്യൻ്റ് വെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ഇവിടെ ബി ആണ് ആൻസർ വരുന്നത്. ദർ ഈസ് സെൻസറി ലോസ് ഇൻ ഹർ ലെഗ്. സോ നമുക്ക് ആ ഒരു ജെൻഡർ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പേഷ്യൻ്റെ ജെൻഡർ അല്ല, നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ ജെൻഡറാണ് നോക്കുന്നത്. ഫീമെയിലാണ് സംസാരിക്കുന്നത്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലോവർ ലെഗ്സ് ആർ ദി റീസൺസ് ഫോർ ദാറ്റ്. ഷീ ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് ഹാവിങ് നോ ഫീലിംഗ്. ഇതുവരെ ഒരു ഫീലിങ്ങും അവർക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. സോ അത് തന്നെയാണ് ഫ്രേസ് ആയിട്ട് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. ദർ ഈസ് എ സെൻസറി ലോസ് ഇൻ ഹർ ലെഗ്സ്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ഓപ്ഷൻ ജെൻഡർ ഫോക്കസ്ഡ് റൂൾ. So next move on to third example. You hear an optometrist talking to a patient who is trying contact lenses for the first time. So first ടൈമിൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന പേഷ്യൻറ്റിനോടാണ് ഒപ്റ്റോമെട്രിസ്റ്റ് സംസാരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു കോണ്ടെസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ജെൻഡർ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ. സോ വാട്ട് ഈസ് ദ പേഷ്യൻറ്റ് കൺസേൺ അബൌട്ട്? സോ നിങ്ങൾ പാർട്ട് ബിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ലെങ്തി ആണെങ്കിൽ ആ ലെങ്തി ക്വസ്റ്റ്യനെ റീഫ്രേസ് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ വാട്ട് ഈസ് ദി പേഷ്യൻറ്റ് കൺസേൺഡ് അബൌട്ട്, ഇവിടെ നമുക്ക് ഏറ്റവും മോസ്റ്റ് തിങ് ആയിട്ടുള്ളൊരു കാര്യം പേഷ്യൻ്റെ കൺസേൺ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ അത് മാത്രം നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി. പേഷ്യൻ്റ് കൺസേൺ അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തിനാണ് കൺസേൺ ആവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൺസേൺ ആവുന്നതെന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പേഷ്യൻ്റെ കൺസേൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എക്സാമ്പിൾ എ പറയുന്നു ഹിസ് ബ്ലഡ് വിഷൻ, ബി സോണസ് ഇൻ ഹിസ് ഐസ്, ഹൗ ടു റിമൂവ് ദ ലെൻസ്. സോ ഇവിടെ എങ്ങനെയാണ് ആ ഒരു ലെൻസ് റിമൂവ് ചെയ്യുന്നത്? സോണസ് ഇൻ ഹിസ് ഐസ്. സോ ഇവിടെ ഒരു ജെൻഡർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേഷ്യൻ്റെ ജെൻഡർ എന്താണ്? മെയിലാണ്. അവൻ്റെ ബ്ലഡ് വിഷൻ കൊണ്ടാണ് അവൻ്റെ ബ്ലഡ് വിഷനെ പറ്റിയിട്ടാണ് അവന് മെയിനായിട്ടുള്ളൊരു കൺസേൺ. അല്ലെങ്കിൽ സോർണസ് ഇൻ ഹിസ് ഐസ്, അവരുടെ ഐസിൻ്റെ സോർണസ് കൊണ്ടാണ് മെയിനായിട്ടുള്ള കൺസേൺ. ഹൗ ടു റിമൂവ് ദ ലെൻസസ്, എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ലെൻസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിനെ പറ്റി ഓർത്തിട്ടാണ് കൺസേൺ ഉള്ളത്. സോ അപ്പോൾ നമുക്ക് ഒരു ജെൻഡർ മനസ്സിലാക്കി കഴിഞ്ഞു. പേഷ്യൻ്റെ ജെൻഡർ മെയിലാണ്. ഇനി അടുത്തൊരു ജെൻഡർ നമുക്ക് മനസ്സിലാക്കണം ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ എന്താണെന്നുള്ളത് അല്ലേ. ഓക്കെ, സോ നമുക്ക് സ്ക്രിപ്റ്റ് നോക്കാം. Optometrist, now you have had the lens in for a few minutes. How are they feeling? So already നിങ്ങൾക്ക് ലെൻസ് കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ now you have had already ഉണ്ടായിരുന്നല്ലോ ലെൻസസ്. ഇപ്പം എങ്ങനെയുണ്ട്? How are they feeling? എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സോ അപ്പോൾ പേഷ്യൻ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് നോട്ട് ബാഡ്. പേഷ്യൻ്റ് മെയിലാണ്. നോട്ട് ബാഡ്. ഐ തോട്ട് ഐ ഹാഡ് ഫീൽ ദം ആക്ച്വലി ടച്ചിങ് മൈ ഐസ്. സോ ഓൾറെഡി അവർക്ക് ആ ഒരു ലെൻസ് ഐസിൽ ടച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ബട്ട് ദാറ്റ് ദേ ഹാഡ് ബി സോർ
ആൻഡ് ബി സോർ ഓർ പ്രിക്കിലി ബട്ട് ഐ കാൻ ഫീൽ മച്ച് അറ്റ് ഓൾ. സോ സോർനെസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്, ഐ കാൻ ഫീൽ മച്ച് അറ്റ് ഓൾ, എനിക്ക് ഒത്തിരി ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഒത്തിരി ഫീൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. മൈ ഐസ് ഡു ഫീൽ എ ബിറ്റ് വാട്ടറി ദോ. സോ ഇപ്പം എന്താ പറയുന്നത്, സോറിനേക്കാളും കൂടുതൽ വാട്ടറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ ഏതാ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം അല്ലേ. അവരുടെ കൺസേൺ എന്ന് പറയുന്നത് സോർനെസ് അല്ല. ഓക്കെ, നെക്സ്റ്റ് മൂവ് ഓൺ ടു അനദർ. ഒപ്റ്റോമെട്രിസ്റ്റ്, ഇറ്റ്സ് ഓക്കെ, യു ഹാവ് ജസ്റ്റ് യൂസ്ഡ് ടു മച്ച് solution. Now in a few minutes I will get you to try taking them out and inserting them again by yourself. So ഇവിടെ എന്താ പറയുന്നത്, ലെൻസസ് അവർ മെൻഷൻ ചെയ്യുന്നു, ലെൻസ് എടുക്കാനും അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാനും ഒപ്റ്റോമെട്രിസ്റ്റ് അവരോട് പറയുവാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ അപ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്, I had no trouble taking them out earlier, but I'm not confident about putting them again. I worry I will press too hard എന്നാണ് പറയുന്നത്. I had no trouble taking them out earlier. സോ പണ്ട് മുതലേ എനിക്ക് അത് എടുക്കാനോ ഉള്ള പ്രോബ്ലം ഒന്നും ഇല്ല. I had no trouble എന്നാണ് പറയുന്നത്. I'm not confident about putting them in. I worry I will press too hard. സോ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് കുറവുണ്ട് അത് വെക്കാനുള്ളത്, പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, I will press too hard എന്നാണ് പറയുന്നത്. ഞാൻ പ്രസ് ചെയ്യും എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഒപ്റ്റോമെട്രിസ്റ്റ് പറയുന്നുണ്ട് ദാറ്റ് ഈസ് അൺലൈക്ലി ടു ഹാപ്പൻ. സോ ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പേഷ്യൻറ്റ്, തിങ്സ് ലുക്ക് റാദർ ഡിസ്റ്റോർട്ടഡ് ദോ, ഐ മീൻ ഐ കാൻ മേക്ക് ഔട്ട് ദി ലെറ്റേഴ്സ് ഓൺ ദാറ്റ് ചാർട്ട്. സോ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ് പേഷ്യൻ്റ് എനിക്ക് ലെറ്റേഴ്സ്, അവിടെ ചാർട്ടിലുള്ള ലെറ്റേഴ്സ് ഒന്നും മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുവാണ്. സോ ഒപ്റ്റോമെട്രിസ്റ്റ് അഗെയിൻ ചോദിക്കുകയാണ് എനി ഓഫ് ദം, ഒന്നും പറ്റുന്നില്ലേ? സോ അപ്പോൾ പേഷ്യൻ്റ് പറയും ദോസ് ലോവർ ഡൗണിലുള്ളതൊക്കെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒപ്റ്റോമെട്രിസ്റ്റ്, ലെറ്റ്സ് ഗീവ് ദിസ് അനദർ മിനിറ്റ് ടു സെറ്റിൽ ഡൗൺ. സോ അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൻസറായിട്ട് എന്തെടുക്കാൻ പറ്റുന്നത്? സോ ഇവിടെ ലെൻസിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട് എനിക്കത്ര പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ആൻസർ ഓൾറെഡി മെൻഷൻ ആക്കിയിട്ടുണ്ടാകില്ല. താങ്ക് യു സോ മച്ച്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ പറയുന്നു നിങ്ങൾക്ക് ഏത് ആൻസറായിട്ട് മീൻസ് ഏത് ഭാഗത്തു നിന്നാണ് ആ ഒരു ആൻസർ കിട്ടിയതെന്നൊന്ന് മെൻഷൻ ചെയ്യാമോ? ബ്ലഡ് വിഷൻ നമുക്ക് എങ്ങനെയാണോ, നമുക്ക് ഓഡിയോയ്ക്കകത്ത് പേഷ്യൻ്റ് പറയുന്ന എപ്പോഴും ഇൻഫോർമൽ ലാംഗ്വേജിലായിരിക്കും, നമ്മുടെ ക്വസ്റ്റ്യൻ എപ്പോഴും ഫോർമൽ ലാംഗ്വേജിലായിരിക്കും. അതിനെയാണ് സിനോണിമസ് എന്ന് പറയുന്നത്. സോ ആൻസർ ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നൊന്ന് മെൻഷൻ ചെയ്യാമോ? സോ സൗമ്യ മെൻഷൻ ചെയ്തിട്ടുണ്ട് എ ആണെന്നുള്ളത്. തിഷ മെൻഷൻ ചെയ്തിട്ടുണ്ട് എ ആണെന്നുള്ളത്. ഡിസ്റ്റോർട്ടഡ് റോസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്റ്റോർട്ടഡ്. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആൻസർ കിട്ടിയതെന്നൊന്ന് മെൻഷൻ ചെയ്യുക. യെസ് സൗമ്യ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കമൻറ്റ്. ഐ കാൻ മേക്ക് ഔട്ട്, അത് തന്നെയാണ് ഇവിടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഐ കാൻ മേക്ക് ഔട്ട് ദി ലെറ്റേഴ്സ് ഓൺ ദാറ്റ് ചാർട്ട്. ആ ചാർട്ടിലുള്ള ലെറ്റേഴ്സ് ഒന്നും എനിക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റ് ചോദിക്കുവാണ് എനി ഓഫ് ദം. അപ്പോൾ അവർ പറയുന്നുണ്ട് ദോസ് ലോവർ ഡൗണിലുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് മോസ്റ്റ് ഓഫ് ദി ലെറ്റേഴ്സും കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ മെഡിക്കലി പറയും ബ്ലർഡ് വിഷനാണ് എന്നുള്ളത് അല്ലേ. അയാൾക്ക് ബ്ലർഡ് വിഷനാണ്, ഹാഫ് വിഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ബ്ലറി ആയിട്ടാണ് കാണുന്നത്. സോ തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് ഹിസ് ബ്ലർഡ് വിഷൻ. സോ ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ജെൻഡർ ഫോക്കസ് റൂളിലാണ്. സോ ജെൻഡർ ഫോക്കസ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് ബിയിൽ നിങ്ങൾ 7 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അറിയുന്ന പോലെ തന്നെയാണ് ജെൻഡർ ഫോക്കസ് റൂൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് ആൻസേഴ്സിനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ജെൻഡർ ഫോക്കസ്ഡ് ആയിട്ട് എടുക്കാവുന്നത് സ്പീക്കേഴ്സ്, 2 സ്പീക്കേഴ്സിൻ്റെ ജെൻഡറാണ്. അതിനെ മനസ്സിലാക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു കോൺടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്കുണ്ടായിരിക്കും ജെൻഡർ മെൻഷൻ ചെയ്യുന്നത്. അതർവൈസ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ്റെ അകത്ത് ജെൻഡർ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ പേഷ്യൻറ്റും സ്പീക്കറായിട്ട് വരുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ്റെ അകത്തും എന്തുണ്ടായിരിക്കും ജെൻഡർ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ജെൻഡർ ഫോക്കാസ്റ്റ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഇനി ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ ഒരു റൂള് പ്രാക്ടീസ് ചെയ്യുക, ആൻസേഴ്സ് ക്യാച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടുണ്ടോ?
സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടോ, നാളെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ, ജസ്റ്റ് മെൻഷൻ ചെയ്യുക കമൻറ്റ്. ഇന്ന് പഠിപ്പിച്ച ജെൻഡർ ഫോർകാസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ അതിനോടൊപ്പം നമ്മൾ പെയിൻറ്റ് സിനോണിമസും കൂടെ നോക്കിയായിരുന്നു, കോമൺ പെയിൻ സിനോണിമസ്. സോ അതും കൂടെ നിങ്ങൾ നോട്ട് ഓൺ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ? സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. So all the very best those who are appearing tomorrow's exam. So thank you everyone.